എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 7ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന പാഠമാണ്. ഇംഗ്ലീഷിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ്. ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട് പറഞ്ഞിട്ടാണ്. യങ് ഇന്ത്യയിൽ 1931 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു കോട്ട് കൊടുത്തിട്ടാണ് വരുന്നത്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി നാം പരിശ്രമിക്കും. അതായത് ഇന്ത്യക്ക് പരമാധികാരം കൊടുക്കുന്ന ഒരു ഭരണഘടന വേണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത്. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദം ഉണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. എങ്ങനെയായിരിക്കണം? രാജ്യത്തെ പാവപ്പെട്ടവർക്ക് പോലും, അതായത് പാവപ്പെട്ട ആളുകൾക്ക് പോലും നീതി ഉറപ്പുവരുത്തുന്നതും അതുപോലെ അവരും ഭരണത്തിൽ പങ്കാളികളാകുന്ന തരത്തിലുള്ളതായിരിക്കണം നമ്മുടെ ഭരണഘടന എന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കാണ് എന്റെ പരിശ്രമം. എന്താണ് അദ്ദേഹം അവിടെ പറയുന്നത്? മതസൗഹാർദ്ദത്തിന്റെ ഒരു ഇന്ത്യയെയാണ് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത്. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. എന്തൊന്നും നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്? തൊട്ടുകൂടായ്മ, ഉച്ചനീചത്വങ്ങളും തൊട്ടുകൂടായ്മയും പാടില്ല. പിന്നെന്താണ്? ലഹരി വസ്തുക്കളുടെ ഉപയോഗം തീരെ ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത്. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഒരു ഇന്ത്യ, അതായത് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശത്തോടു കൂടിയുള്ള ഒരു ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. മുകളിൽ ഉദ്ധരണി വായിച്ചല്ലോ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത്? പരമാധികാരം വേണം അല്ലേ? പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവന് പോലും ഭരണത്തിൽ പങ്കാളിയാവുന്ന തരത്തിലുള്ളതായിരിക്കണം നമ്മുടെ ഭരണഘടന എന്ന്. അത് മാത്രമല്ല, പരമാധികാരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും, അതായത് ഒരു സോവറിറ്റി എന്ന് പറയില്ലേ, അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്താണ്? നമ്മളാണ്. അതായത് പുറത്തുനിന്നുള്ള ഒരു ഇടപെടലും നമ്മളെ തീരുമാനങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ആവുന്നില്ല. പിന്നെ തുല്യത, എല്ലാവർക്കും തുല്യത വേണം, സാഹോദര്യം വേണം, ലിംഗനീതി വേണം, സ്വാതന്ത്ര്യം വേണം, പിന്നെ മതേതരത്വമാണ് എന്ത് ഗാന്ധിജി ആ ആശയങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളിപ്പം പറഞ്ഞത് നമ്മുടെ ഭരണഘടനയെ കുറിച്ച് ഗാന്ധിജിക്കുള്ള സ്വപ്നങ്ങളെയാണല്ലേ. ഇനി നമ്മുടെ ഈ ഭരണഘടനയെ കുറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള കുറച്ച് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. നമുക്കറിയാം 1857 ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രക്ഷോഭം വന്നത്. നമ്മൾ അതിനെ ശിപ്പായി ലഹള എന്നൊക്കെ പറയാറുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് നമ്മൾ ഇന്ത്യക്കാർ അതിനെ വിളിക്കുക. 1857 വിപ്ലവം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഈ സമരത്തില് സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയ ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം എന്ത് ചെയ്ത് സഹായകമായി. ഒരു ജാതി ബേസ്ഡ് അല്ലായിരുന്നു നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. പല തരത്തില് പല ഗോത്രവർഗക്കാരും സൈനികരും രാജാക്കന്മാരും ഇവരൊക്കെ മതത്തിന്റെ പേരിലല്ലായിരുന്നു ആ സമയത്ത് എന്ത് ചെയ്തത്? സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരുന്നത്. ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു. അങ്ങനെ ഇതിനു ശേഷം നമുക്ക് എന്ത് വരികയാണ്? ഒരു ദേശീയ ബോധം വരികയാണ്. അതായത് നമ്മുടെ ദേശം, അതായത് ജാതി മതം ഇതൊന്നും ചിന്തിക്കാതെ നമ്മളെ രാജ്യം, നമ്മുടെ ദേശം എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മുടെ ഇന്ത്യയിലെ ആളുകളുടെ ഇടയിൽ വളരാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു ചിന്ത വന്നതോടുകൂടി ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപീകരിക്കാൻ തുടങ്ങി. അതായത് ഇന്ത്യയിലെ പല ഭാഗത്തായിട്ട് ഓരോ സംഘടനകൾ രൂപീകരിച്ചു. അതിനിവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ, അതേപോലെ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. ഇതിന്റെയൊക്കെ പ്രത്യേകത നോക്കിക്കേ. ഇതൊക്കെ ഓരോ സ്ഥലത്താണല്ലേ, ഇന്ത്യയുടെ ഓരോ സ്ഥലത്തുള്ള ഓരോ സംഘടനകളാണ്. അങ്ങനെ ഈ പതിയെ ഈ സംഘടനകളുടെ ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ കൂടിച്ചേർന്ന് ഇന്ത്യയുടെ ദേശീയ തലത്തിൽ, അതായത്
മൊത്തമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു സംഘടന വരികയാണ്. അതായത് ഇന്ത്യയിലെ എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിക്കുന്ന രീതിയിൽ വിഭിന്നമായ ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നു. ഏതാണ് ആ സംഘടന? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുകയാണ്. അതായത് പ്രാദേശിക സംഘടനകൾ മാറി ദേശീയ തലത്തിൽ മൊത്തമായിട്ട് ഒരു സംഘടന രൂപം കൊണ്ടു. അതാണ് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്തായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉദ്ദേശം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. എന്താണ്? ഇന്ത്യയിലുള്ള പല ആളുകൾക്കും പലതരം പ്രശ്നങ്ങളുണ്ട്, ജനവിഭാഗങ്ങൾക്കും പല പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ അധികാരികൾ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് എന്ത് കൊണ്ടുവന്നത്? ഈ INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെട്ട്. ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക എന്നുള്ളത് എന്താണ്? ഈ INCയുടെ ഒരു ലക്ഷ്യമായിരുന്നു. അതായത് ജാതി മതം, അതായത് ഒരു പ്രദേശം എന്ന ചിന്തയൊക്കെ മാറിയിട്ട് മൊത്തമായിട്ട് നമ്മുടെ ഇന്ത്യ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വളർത്താൻ ഈ INC ലക്ഷ്യമിട്ടുണ്ടായിരുന്നു. അപ്പം ഈ INC എന്ത് ചെയ്യാണ്? നമ്മുടെ ഒരു ദേശീയ പ്രസ്ഥാനമായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പുവെക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. നമുക്ക് ഈ ബ്രിട്ടീഷുകാരോട് ഫൈറ്റ് ചെയ്യാന്ന് മാത്രമായിരുന്നല്ല നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. അതായത് നമ്മുടെ ഓരോ ഇന്ത്യക്കാരനും മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം പ്രദാനം ചെയ്യുക എന്നുള്ളതും എന്തായിരുന്നു? നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. അതായത് ഈ INC നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പല കാലഘട്ടങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിക്കാൻ പറ്റും. മിതവാദികളുടെ കാലം, തീവ്ര ദേശീയവാദികളുടെ കാലം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ കാലഘട്ടങ്ങൾ നമുക്ക് INCയുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇതൊക്കെ ആണെങ്കിലും അതായത് ചില ആശയങ്ങളും അടിസ്ഥാനങ്ങളും ഒക്കെ എന്തുണ്ടായിരുന്നു? ഒരു കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? കാണാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. ഗാന്ധിജിയുടെ വരവോടുകൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നു. അതായത് വരവോടുകൂടിയാണ് പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവരും എന്തിലേക്ക് വന്നത്? ദേശീയതയിലേക്ക് ആകൃഷ്ടരാകും. ഗാന്ധിജി എന്താണ് പറഞ്ഞത്? സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യം വേണമെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ എന്ത് ചെയ്തു? വിശ്വസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. താഴെയുള്ള ചിത്രം നിരീക്ഷിച്ച് നിങ്ങളുടെ നിഗമനങ്ങളൊക്കെ എഴുതാനാണ് പറയുന്നത്. നമുക്ക് താഴെയുള്ള ചിത്രം നോക്കാം. അപ്പം എന്തൊക്കെയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആഗ്രഹം? മതസൗഹാർദ്ദം ഇന്ത്യയിൽ വേണം, സാഹോദര്യം വേണം, ജനാധിപത്യം വേണം, ക്ഷേമ രാഷ്ട്രമായിരിക്കണം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്നീ ആശയങ്ങളൊക്കെ ആയിരുന്നു എന്ത്? നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നമ്മുടെ ഭരണഘടനയിൽ വേണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്തിട്ട് ഈ ഭാഗം നിങ്ങൾ പൂർത്തിയാക്കണം. നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പോവാം. നമ്മുടെ ഭരണഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്, അതായത് നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് 1950 ജനുവരി 26 ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാവുന്നത്, അത് പ്രാബല്യത്തിൽ വരുന്നതും. അതിനു മുന്നേ നമ്മൾ അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും എന്നാണ് ഈ കുഞ്ഞ് ചോദിക്കുന്നത്. ഇതേ സംശയം നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് നോക്കാം. 1935 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഒരു നിയമം പാസ്സാക്കുകയാണ്. ആ നിയമത്തിന്റെ പേരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ ആക്ട് ആണ് നമ്മുടെ ഈ ഭരണഘടനയുടെ മുൻഗാമി, ഈ നമ്മുടെ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്.